എൻ്റെ പേര് നിത്യ എന്നായിരുന്നു. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പഠിച്ചൊരു ജോലി നേടുക എന്നുള്ളത്. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ അടുത്തുള്ള NUSൻ്റെ +2 പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2024 ഏപ്രിൽ ബാച്ചിലോട്ടായിരുന്നു അവർ എൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ തരാം, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ വീട്ടിൽ വിട്ടു. എക്സാം അടുക്കാറാവും തോറും ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എക്സാം എടുക്കും തോറും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എങ്ങനെ എക്സാം എഴുതും? ക്ലാസ്സുകളില്ല, ബുക്കില്ല, ഗൈഡില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആ സമയത്ത് യൂട്യൂബിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് LB അക്കാഡമിയെക്കുറിച്ച് അറിയുന്നതും അപ്സര മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നതും. അങ്ങനെ അപ്സര മിസ്സിനെ കോൺടാക്റ്റ് ചെയ്തു. ആ സമയത്ത് LBയിൽ ട്യൂഷൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയമായിരുന്നു. ഞാനങ്ങനെ LBയിലെ ട്യൂഷൻ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കുകയും ക്ലാസ്സുകൾ എനിക്ക് അന്ന് തൊട്ട് ക്ലാസ്സുകൾ കിട്ടിത്തുടങ്ങി. അത്രയും നാളൊന്നുമില്ലായിരുന്നു. മിസ്സിൻ്റെ LBയിൽ അക്കാഡമിയിൽ ചേർന്ന് പിന്നെയാണ് എനിക്ക് ക്ലാസ്സുകൾ കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ 2024 ഏപ്രിൽ ബാച്ചിൽ ഞാൻ എക്സാം എഴുതി പാസ്സായി. നല്ല മാർക്കുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നഴ്സിങ്ങിന് പോകണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിലിലെ റിസൾട്ടൊക്കെ വരുമ്പോൾ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് ചെന്ന് സമയത്ത് അവരെന്നോട് പറഞ്ഞു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഈക്വലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നത്. ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണം, എന്നിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കൊണ്ടുവന്നാൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ നോക്കുമ്പോഴാണ് അറിയുന്നത് ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡപ്രകാരം ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് എനിക്ക് അർഹതയില്ല എന്നറിയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് അഡ്മിഷൻ എടുത്തു തന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻകാർ ചെറുതായിട്ട് അവർ എന്നെ ഒന്ന് പറ്റിച്ചു എന്ന് അന്നേരം അറിയുന്നത്. അന്നേരം എനിക്ക് ആകെപ്പാടെ വിഷമമായി. എനിക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഞാൻ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത്, നീ ട്യൂഷൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ മിസ്സിനെ ഒന്ന് വിളിക്കൂ, LBയിലേക്കൊന്ന് വിളിച്ചു നോക്കൂ, എന്താണ് മിസ്സ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം, അപ്സര മിസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് അപ്സര മിസ്സിനെ വിളിക്കുന്നത്. മിസ്സേ, ഇങ്ങനെയാണ്, അവർ ഇങ്ങനെ ചെയ്തു എന്നോട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എൻ്റെ വർഷം പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ സങ്കടപ്പെട്ട് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് മിസ്സ് പറയുന്നത്, എനിക്ക് വിഷമിക്കേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഒക്ടോബർ ബാച്ചിലോട്ടുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമുക്കൊരു സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ട് എക്സാം എഴുതാം, അപ്പം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞ്. അങ്ങനെ മിസ്സ് ആ സമയത്ത് കൂടെ നിന്നു. അങ്ങനെ ഞാനൊരു സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്തു, ഹിസ്റ്ററിയും കൂടെ ആഡ് ചെയ്ത്. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ട് ഹിസ്റ്ററിയും കൂടെ ആഡ് ചെയ്ത് എക്സാം എഴുതി പാസ്സായി. നല്ല മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പാസ്സായി ഇറങ്ങി ഞാൻ ഈക്വലൻസിക്ക് അപേക്ഷ കൊടുത്തു. എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടി. ഇന്ന് ഞാൻ നഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ വെച്ചു. പലയിടത്തും വെച്ചിട്ടുണ്ട്. ഇപ്പം നഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്ന് പറ്റിക്കപ്പെട്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ LB അക്കാഡമിയിൽ എത്തുന്നത്, അപ്സര മിസ്സിൻ്റെ അടുത്ത് എത്തുന്നത്. ആ സമയത്ത് മിസ്സ് എൻ്റെ കൂടെ നിന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ ഓരോ കാര്യത്തിലും മിസ്സ് ആ സമയത്ത് കൂടെ നിന്നു. ഒരു കുഞ്ഞ് ഉണ്ട് മിസ്സിന്. മിസ്സ് ആ സമയത്ത് വെളുപ്പിന് 5 മണിക്കൊക്കെ റിവിഷൻ ക്ലാസ്സുകൾ തന്നു. മിസ്സിൻ്റെ നമ്മുടെ സമയം നോക്കിയിട്ടാണ് മിസ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ക്ലാസ്സുകൾ എടുത്തു തരാം, നിങ്ങൾ പറയൂ എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് മിസ്സ്. എനിക്ക് ഭയങ്കര ഒരു മിസ്സിൻ്റെ നമ്മളോടുള്ള ആ പെരുമാറ്റവും രീതിയും ഒക്കെ എനിക്ക് ആ സമയത്ത് വലിയൊരു സമാധാനമായിരുന്നു. കാരണം ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആ സമയത്ത് കൂടെ നിന്നത് മിസ്സായിരുന്നു. ഇപ്പോഴും ഞാൻ പിന്നെയും പറയുന്നു, മിസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആ സമയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ
അവിടെ കൊണ്ട് നിർത്തിയേനെ. മിസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പ്ലസ് ടു എഴുതാനൊന്നും പോകത്തില്ലായിരുന്നു. മിസ് ഉള്ളതുകൊണ്ട് പിന്നെയും ഞാൻ എഴുതി പാസ്സായി. താങ്ക് യു മിസ്സേ, ഒരുപാട് താങ്ക് യു സോ മച്ച്. എൻ്റെ അപ്പ എപ്പോഴും എന്നോട് പറയലുണ്ട് ശരിയായത് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന്. പക്ഷേ എനിക്ക് ശരിയായത് കിട്ടിയത് രണ്ടാമതായിരുന്നു. ആദ്യം ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റായിരുന്നു. പക്ഷേ LB എന്നുള്ളത് എൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വഴിയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം ആ LB അക്കാഡമിയും അപ്സര മിസ്സും ഇല്ലായിരുന്നെങ്കിൽ പ്ലസ് ടു ഞാൻ ആദ്യം അവർ ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയേനെ. പക്ഷേ അപ്സര മിസ്സ് എൻ്റെ കൂടെ നിന്ന് ആ എക്സാമിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് പ്ലസ് ടു പാസ്സായി എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിയത്. അപ്പം എൻ്റെ ചോയ്സ് ഇപ്പം ശരിയായിരുന്നു. മിസ്സായിരുന്നു എൻ്റെ കൂടെ നിന്ന് എൻ്റെ വഴിയിൽ ഒരു വഴികാട്ടിയായിട്ട് നിന്നിരുന്നത്. മിസ്സിന് അതുകൊണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവും. എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല മിസ്സേ. ഭയങ്കര ഒരു സങ്കടം വരുന്നു.